Good afternoon, everyone. Good afternoon, Miss. Good afternoon, teacher. Good afternoon. Okay. എന്താ എല്ലാരും സ്ട്രെങ്ത് കുറവാണല്ലോ. വരും മിസ്സേ, വരും അവരിച്ചിരിയൊക്കെ തയ്യാറെടുക്കുവാ. Your time. Okay. Start ചെയ്യാം. ടീച്ചർക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ ഇന്ന്. കണ്ണട ഇടാറുണ്ടോ? സ്പെക്സ് ഇടാറുണ്ടോ? Specs വെച്ചില്ലേ? ഇന്ന് ലെഫ്റ്റ് കിട്ടിട്ടുണ്ട്. അത് യൂഷ്വലി ചെയ്യുന്നതാണ് ടീച്ചർ, പക്ഷേ ഒന്നും സമ്മതിച്ചു തരില്ല. ഇല്ല യൂഷ്വലി ഇല്ല. ചെയ്യാറുണ്ട്, ഇപ്പം ഇടാറുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. സ്പെക്സ് ഇടാത്തോണ്ടാണോ മാറ്റം പറയുന്നത്? മാറ്റം എന്തോ ഒരു മുഖത്ത് മാറ്റം. ടീച്ചർ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ടോ? സ്പെക്സ് വെക്കാറുണ്ട്, ഇന്ന് വെച്ചില്ല, ഉള്ളൂ. ഓക്കെ. വേറെ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഹെയർ സ്ട്രൈറ്റൻ ചെയ്തോ? സ്മൂത്തൻ ചെയ്തോ? എന്തോ അതാണ് മാറ്റം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാരും. പിന്നെ ടീച്ചർ നമ്മള് ശ്രദ്ധിക്കൂലേ, ഫുൾ ഫോക്കസ് ടീച്ചറിലേക്കല്ലേ, വേറെ ആരും ക്യാമറയൊന്നും ഓൺ ചെയ്യുന്നില്ലല്ലോ. ഇന്നെല്ലാരും ക്യാമറ ഓൺ ചെയ്യും അല്ലേ? ഓൺ ചെയ്യില്ലേ? നോ ടീച്ചർ, ഞാൻ ചെയ്യില്ല. ഇതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കണം, എന്നാലേ ഒരു ക്ലാസ് എടുക്കുമ്പോ ഒരു ഫീല് കിട്ടുള്ളൂ നമുക്ക്. നമ്മുടെ ടീച്ചറാണ് എന്നൊരു ഫീല് കിട്ടണമെങ്കിൽ ക്യാമറ ഓൺ ചെയ്തെടുക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ക്ലാസ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവോ? അതില്ല, നമ്മള് പിന്നെ വെറുതെ ഒരു കളി പോലെ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല ടീച്ചറെ. ഞാനോ ഇത് കളിയൊന്നുമല്ല, ഇത് സീരിയസ് ആണ്. കളിയോ ആയി വന്ന് കളിയാന്ന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇപ്പോ നമുക്ക് കോവിഡ് ടൈം വന്നു, അപ്പൊ എല്ലാ ടീച്ചേഴ്സും ഓൺലൈൻ ക്ലാസ് എടുത്തേ അല്ലേ? എല്ലാരും അറിഞ്ഞിട്ടാണോ എടുത്തേ? അതുപോലെ എപ്പോഴെങ്കിലൊക്കെ ചാൻസ് വരുമ്പോ നിങ്ങൾക്ക് ആ ടൈമിൽ ഒരു ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടാവരുതല്ലോ. അതെന്താ ടീച്ചർ, ഓൺലൈനിലൂടെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഡയറക്റ്റ് ആകുമ്പോഴാണ് എനിക്ക് കുറെ കൂടി കംഫർട്ടബിൾ. ഓൺലൈൻ ആയിട്ടുള്ള ഇത് നമ്മൾക്കൊന്നും നമ്മളുടെ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എടുക്കുന്നോ? ഞാനോ ഓൺലൈൻ അല്ലേ? കംഫർട്ടബിൾ അല്ലേ എന്റെ ക്ലാസ്സില്? അതെ, ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല കേട്ടോ. ടീച്ചർ കംഫർട്ടബിൾ ആണ്, പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ഒരു ഫീൽ അല്ലേ നമുക്ക് കിട്ടാ? ആണോ? ശരിയല്ല, എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഫ്ലൈൻ എടുക്കുന്ന പോലെയാണ്. എന്റെ മുന്നില് സ്റ്റുഡൻസ് ഉള്ള ഒരു ഫീൽ ആണ് എനിക്ക്. അത് നമ്മളെ നല്ല സ്റ്റുഡൻസ് ആയതുകൊണ്ട് ടീച്ചർക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അതെ ശരിയാ, നല്ല സ്റ്റുഡൻസ് ആണ്. ഓക്കെ, നല്ല ആക്റ്റീവ് ആണ്. എന്താണ് ഇത്രയും നല്ല സ്റ്റുഡൻസ് എവിടെ കിട്ടും അല്ലേ? അങ്ങനെ ചോദിക്കണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യൂ. നമുക്ക് പ്രയർ, തുടർച്ചയായി സൈൻ ഇൻ ഇതൊക്കെ പറയണ്ടേ? പറയൂ. നിങ്ങൾക്കിത് മൂന്നും ഇല്ല അല്ലേ? ഇത് പ്രയർ മാത്രമേ ഉള്ളൂ, ആണോ? നോ ടീച്ചർ, തോട്ട് ഓഫ് ദ ഡേ ഒക്കെ പറയാറുണ്ട്. ഞാൻ ചിലപ്പോ ചേച്ചി അല്ലെങ്കിൽ ചിലപ്പോ വേറെ ആരെങ്കിലും പറഞ്ഞവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നോണ്ടാണ് പറയാത്തത്. സോ ആക്റ്റീവ് സ്റ്റുഡൻസ് അല്ല അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പ്രയർ. തുടങ്ങും. Okay, Mrs. Prayer, I'll do. We thank you for bringing us together today. Please guide our hearts and minds as we learn and grow. Help us to respect one another, listen carefully, and strive to do our best. Give us patience and kindness, and help us to encourage each other in all that we do. May we use what we learn here to make the world a better place. Thank you. Amen. എന്താണ് അവസാനം അമ്മയുടെ അതിലുള്ളതാണോ? ഓക്കെ, പിന്നെന്താ? തുടർച്ചയിലേക്ക് പറയൂ. സൈനി എന്നൊക്കെ പറയൂ.
തോട്ട് ഓഫ് ദ ഡേ ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. Okay. Good afternoon, everyone. I invite all of you to reflect on today's thought. Small steps in the right direction can turn out to be the biggest step of your life. ശരിയായ ദിശയിൽ ചെറുതായെങ്കിലും നീങ്ങുന്ന ഓരോ ചുവടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ്. താങ്ക് യു. Okay, then signing. എന്നില്ല. അതൊക്കെ നിർത്തിയിട്ട് കുറെ കാലായി ടീച്ചർ. ഞാൻ ചെയ്യാം മിസ്സേ. Okay. Hi, my name is Fatima. Okay, yeah, Fatima. Wind the bobina, pull, pull, clap, clap, clap. Wind it back again, pull, pull, clap, clap, clap. Point to the ceiling, point to the floor, point to the window, point to the door. Clap your hands together, 1, 2, 3. Put your hands up on your knees. Thanks. Yeah, very good. Yeah, okay. അപ്പൊ ഇതേപോലെ സൈനിങ് ചെയ്യൂട്ടോ. നല്ല രസമുണ്ട്. ഓക്കെ. ഫാത്തിമ എവിടെയെങ്കിലും പോയിരുന്നോ? അതായത് ക്ലാസ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും? ഇന്റേൺഷിപ്പിന് പോയിരുന്നു മിസ്സേ. Okay, yeah. So let's start today's class. Okay. Moving on, our new chapter, Unit 11, direct and indirect speech. Okay, എല്ലാവരും prepared ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? Group number 1 prepared ആണോ? യെസ് ടീച്ചർ. Yes, miss. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? Yes, miss. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Do you have any doubts about statement? Reporting statement? No. Group number 1. ഡൗട്ട് ഇല്ല, പക്ഷെ എന്നാലും കൂടുതലായി നോക്കുമ്പോ ഡൗട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വരുന്നു. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് അല്ലെ? ഓക്കെ, നമ്മള് റിപ്പോർട്ട് സ്പീച്ച്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയും. നമ്മൾ അതിനെ റിപ്പോർട്ട് സ്പീച്ച് എന്നും പറയാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അതെങ്ങനെയാ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാണ്. അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ? ക്ലിയർ അല്ലേ? എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് ഞാൻ പറഞ്ഞോ? ക്ലിയർ അല്ലേ? യെസ് ടീച്ചർ. അസർട്ടീവും ക്വസ്റ്റ്യനും പഠിപ്പിച്ച് മിസ്സേ. സ്റ്റേറ്റ്മെന്റും ക്വസ്റ്റ്യൻസും ചേഞ്ച് ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം, എല്ലാം പറഞ്ഞു. ഇനി ഏതാണ് ഇംപെറേറ്റീവ്സ് ആൻഡ് എക്സ്ക്ലമേഷൻ, ഇത് രണ്ടല്ലേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണ്. ക്ലിയർ ആണെന്ന് നിങ്ങൾ പറയും, ബാക്കി പിന്നെ പറയും. ഓക്കെ, അധികം ഡൗട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓൾറെഡി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം, എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് അറിയാം, എല്ലാം അറിയാം അല്ലെ? ഏകദേശം അത്യാവശ്യം ഞാൻ കുറച്ച് എടുത്തതാണ്. ഇതില് ഞാൻ ക്വസ്റ്റ്യനില് WH ക്വസ്റ്റ്യനും SR ക്വസ്റ്റ്യൻ എടുത്തിരുന്നോ? രണ്ടും എടുത്തോ? WH ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. WH ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. യെസ്, ഇതില് ഒരു SR ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതാണല്ലോ മിസ് ഇന്ന് ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻസ്, റിപ്പോർട്ടിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തോ ഇന്ന് ഞങ്ങളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞത് ആ ടോപ്പിക് ആയിരുന്നു, റിപ്പോർട്ടിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോ? മൊത്തം 3. ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം വേറെ ഒന്നും അല്ല കേട്ടോ. എല്ലാ ക്ലാസ്സിലും ഞാനിങ്ങനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും കൊടുത്ത് പല പല ടോപ്പിക് ആണ്. അതിൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് ഇപ്പൊ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടക്കുക.
ഓക്കെ മിസ്, 3 ഗ്രൂപ്പ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എടുക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ അത് കഴിഞ്ഞ് ഇമ്പറേറ്റീവ്, പിന്നെ എക്സ്ക്ലമേറ്ററി, അങ്ങനെയാണ് മിസ് തന്നിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയി. കാരണം ഇനി ഇവിടുത്തെ ക്ലാസ്സിന്റെ കാര്യം ഞാൻ വേറെ ക്ലാസ്സിൽ പോയി പറയും. മനസ്സിലായോ? ഞാൻ മിക്കപ്പോഴും പറ്റാറുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ അത് വിടും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഗ്രൂപ്പ് നമ്പർ 1 ഫസ്റ്റ് ഏതാണ്? സ്റ്റാർട്ട് ചെയ്യും നിങ്ങള്. ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, നിങ്ങൾ ആരൊക്കെയാണ് പറയുന്നത്, പ്രസന്റ് ചെയ്യുന്ന ആരൊക്കെയാണ്, നിങ്ങൾക്ക് അറിയുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മിസ്സേ, ഞങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാനുണ്ട്, ഗീത ചേച്ചി ഉണ്ട്, ലക്ഷ്മി ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ടോപ്പിക്കിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 പേർക്കും എടുക്കാവുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് WH ക്വസ്റ്റ്യൻസ് ഗീത ചേച്ചി എടുക്കും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ലക്ഷ്മി എടുക്കും. അതിനുശേഷം ഞാൻ ഫാത്തിമ, ഞാൻ ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. ഓക്കെ, യാ, then carry on. സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാൻ ഗീത അനൂപ്. ഇപ്പോൾ ടീച്ചർ നമ്മളോട് ഇന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറ്റുന്നത് പോലെ എടുക്കാം. എല്ലാവരും സഹകരിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യുക. ഇവിടെ ടീച്ചർ എടുക്കാൻ പറഞ്ഞത് റിപ്പോർട്ടിംഗ് WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനു മുമ്പിലെ ഒരു റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്താണെന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അത് ഒരാൾ പറഞ്ഞ കാര്യം മീനിങ്ങിൽ മാറ്റം വരുത്താതെ നമ്മൾ വേറൊരാളോട് പറയുന്നതാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടിംഗ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അശ്വതി ടീച്ചർ സെഡ് ഐ ആം ഹാപ്പി. അശ്വതി ടീച്ചർ നമ്മളോട് ലൈവായിട്ട് പറയാണ് ക്ലാസ്സിൽ, ഞാൻ ഹാപ്പിയാണ് എന്ന്. അത് ക്ലാസ്സിൽ വരാത്ത വേറൊരാളോട് നമ്മൾ പറയുമ്പോൾ അശ്വതി ടീച്ചർ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്നാവും. അതായത് അവിടെ പ്രസന്റ് ആണ്, ലൈവായിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മൾ വേറെ ഒരാളോട് പറയുമ്പം ആ പ്രസന്റ് മാറി അവിടെ പാസ്റ്റ് ആവും. അതാണ് ഐ ആം ഹാപ്പി എന്നുള്ളത്. അതിൽ മാറ്റം വരും. ടീച്ചർ പറഞ്ഞ കാര്യം വേറൊരാളോട് പറയുന്നതാണ്, അതുകൊണ്ട് ഷീ വാസ് ഹാപ്പി എന്ന് ആവും. അതാണ് ഇതിന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. പിന്നെ റിപ്പോർട്ടിംഗ് സ്പീച്ചിലെ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ വാട്ട്, വെൻ, വിച്ച്, ഹൗ, വേർ, വൈ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടാണ് യൂഷ്വലി ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അതിന് കുറെ റൂൾസ് ഉണ്ട്. അതിന് ഒരു ടേബിൾ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടേബിൾ നോക്കി ഇതാവുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതിൽ ഓരോരോ മാറ്റങ്ങൾ വരും. ഓരോ നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോഴും അതിൽ പിന്നെ ഐക്ക് മാറ്റം വരും, പിന്നെ യു മാറും, യുവർ മാറും, വി മാറും. അങ്ങനെ ഓരോരോ മാറ്റങ്ങളുണ്ട്. അത് ടേബിൾ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയാം. മൈ മദർ സെഡ് ടു മീ ഹൗ ആർ യു. ഇവിടെ അമ്മ ആരോടാണ് ചോദിക്കുന്നത്? എന്നോടാണ് ചോദിക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൈ മദർ എന്നുള്ളത് അതുപോലെ എഴുതുക. സെഡ് ടു മീ എന്നുള്ളത് ആസ്ക്ഡ് ആവും, ആസ്ക്ഡ് മീ. അത് എവിടെ സെഡ് ടു മീ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ആസ്ക്ഡ് ആയിട്ട് മാറും. മൈ മദർ ആസ്ക്ഡ് മീ ഹൗ ഐ വാസ്. എന്നോടാണ് ചോദിച്ചത്. അപ്പൊ യു എന്നുള്ളത് അവിടെ ഞാനായതുകൊണ്ട് അത് അവിടെ ഐ വരും. ആർ എന്നുള്ളത് അതിന്റെ കൂടെ ഒരിക്കലും ആറിന്റെ പാസ്റ്റ് വരില്ലല്ലോ, വേറെ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഐയുടെ കൂടെ ഈസിന്റെ പാസ്റ്റ് ആയിട്ട് വാസ് ആണ് വരിക. പിന്നെ അതുപോലെ ഏതൊരു WH ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും പിന്നെ ഓക്സിലറി വേർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹൗ ആർ യു, ഹൗ ഈസ് യുവർ എക്സാം. പക്ഷെ റിപ്പോർട്ട് സ്പീച്ചിൽ, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഓക്സിലറി പിന്നെ WH ക്വസ്റ്റ്യന്റെ തൊട്ടടുത്ത് പ്ലേസ് ചെയ്യില്ല. അതിന്റെ അടുത്ത് സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് വരേണ്ടത്. അതുകൊണ്ട് അതും കൂടി ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യുക. ഓക്സിലറി അറിയാലോ, അതിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. എല്ലാവർക്കും ഓക്സിലറി അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരുപാട് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ്
പറയുന്നത്. ഹൗ ഈസ് എന്നുള്ളത് അവിടെ ഓക്സിലറി വരാതെ സബ്ജക്റ്റ് ഹൗവിന്റെ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നിട്ട് അതിനുശേഷം മാത്രമാണ് ഈ ഓക്സിലറി വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ എക്സാമ്പിളും ഒരേ ഇതായിട്ട് തന്നെയാണ് പറയാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പെട്ടെന്ന് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് സെയിം സെന്റൻസ് പക്ഷേങ്കിൽ ഫസ്റ്റ് പറഞ്ഞത് ഞാൻ യു വെച്ചിട്ടായിരുന്നു. യു പറയുമ്പോൾ ഉള്ള മാറ്റം മനസ്സിലായല്ലോ. യുക്ക് പകരം എന്നോട് ചോദിച്ചതുകൊണ്ട് അവിടെ ഐ ആണ് വരുന്നത്. പിന്നെ വേറൊരു സെയിം എക്സാമ്പിൾ ആണ്, പക്ഷെ അവിടെ യുക്ക് പകരം വേറെയാണ് വെച്ചിട്ടുള്ളത്. മൈ മദർ സെഡ് ടു മൈ ബ്രദർ. യുവിന് പകരം മീ ആയിരിക്കും വരാം, എന്നോടും തന്നെ. എന്താ എന്താ ടീച്ചർ മനസ്സിലായിട്ടില്ല? യുവിന് പകരം എന്താ വരാ റിപ്പോർട്ട് ചെയ്യുമ്പോ? അല്ല മിസ്, അതെ സെക്കൻഡ് പേഴ്സൺ പ്രോണോൺ വരുമ്പോ യു വരുന്ന സമയത്ത് നമ്മള് ഡയറക്റ്റ് വേറൊരാളോട് പറയുമ്പോ നമ്മളോട് ചോദിച്ചു എന്ന് പറയുമ്പോ ഐ ആണല്ലോ വരിക. യു ചേഞ്ച് ചെയ്ത് ഐ ആവുമല്ലോ, അതാണ് പറഞ്ഞത്. യു ചേഞ്ച് പറയാം. യു ചേഞ്ച് വരാ. അല്ല മിസ്, ടേബിളിൽ മീ ആണല്ലോ. അതല്ല, അത് സ്പെഷ്യൽ കേസസിൽ സെക്കൻഡ് പേഴ്സൺ പ്രോണോൺ ഫസ്റ്റ് പേഴ്സൺ മിസ് തന്ന ടേബിളിൽ ഹി ഓർ ഷീ ആണ്. അത് ഡിപ്പെൻഡ് ഓൺ ദ സെന്റൻസ്. ഇപ്പൊ എന്റെ അമ്മ എന്നോടാണ് ചോദിക്കുന്നത്. അപ്പോ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോ അത് അങ്ങനെ തന്നെയല്ലേ വരുവാ? ഹൗ ഐ വാസ്. എനിക്കറിയില്ല, ടീച്ചറാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഒരു ആർഗ്യുമെന്റോ കാര്യം ഒന്നുമില്ല. ടീച്ചറാണ് പറയേണ്ടത് ഏതാണ് ശരി എന്നുള്ളത്. കാരണം ഓരോ സെന്റൻസിനോ അനുസരിച്ചിട്ട് ഉള്ള ഇതിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് പിന്നെ സെയിം സെന്റൻസ് തന്നെ ഇത് ഹീ വരുന്ന ഇതിൽ വെച്ചിട്ടാണ് പറയുന്നത്. മൈ മദർ സെഡ്, ആദ്യം ഞാൻ പറഞ്ഞത് മൈ മദർ സെഡ് ടു മീ ആണ് ചോദിച്ചത്. ഇപ്പൊ അമ്മ ചോദിക്കുന്നത് മൈ മദർ സെഡ് ടു മൈ ബ്രദർ ഹൗ ആർ യു. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് എന്റെ ബ്രദറിനോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ മൈ മദർ ആസ്ക്ഡ് മൈ ബ്രദർ ഹൗ ഹി വാസ്. അങ്ങനെ അതേപോലെ തന്നെ സിസ്റ്ററോടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഞാനിപ്പോ ഓരോന്ന് അങ്ങനെ പറയുന്ന വെച്ചാല് ഓരോന്ന് ഇപ്പൊ യു വരുമ്പോ അത് ഹീ ആവാം ഷീ ആവാം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് എക്സാമ്പിളും വെച്ചിട്ട് പറയുന്നത്. സെയിം സെന്റൻസ് പറയുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ സെന്റൻസ് തന്നെ അവിടെ പ്രോണൗൺ മാറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, മൈ മദർ സെഡ് ടു മൈ സിസ്റ്റർ ഹൗ ആർ യു. ഇവിടെ സിസ്റ്ററിനോട് ചോദിക്കുന്നത് കൊണ്ട് യു എന്നുള്ളത് സിസ്റ്റർ ആണല്ലോ, അപ്പൊ അവിടെ അത് ആൻസറിൽ ഷീന്ന് വരും. മൈ മദർ ആസ്ക് മൈ സിസ്റ്റർ ഹൗ ഷീ വാസ്. അങ്ങനെയാണ് പിന്നെ വരുന്നത്. ഇവിടെ ഹൗ ആർ യു എന്നുള്ളത് യുവിന്റെ കൂടെ ആയതുകൊണ്ടാണ് അവിടെ ആറ് വന്നത്. ഷീന്റെ കൂടെ ഒരിക്കലും ആറിന്റെ പാസ്റ്റ് വരില്ല. സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഈസിന്റെ പാസ്റ്റ് ആണ് വരുന്നത്, വാസ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. അപ്പോ വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, മതിയോ? എന്താണ് ടീച്ചർ ഒരു മിനിറ്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ആയോ, എന്താണ് പറ്റിയത് എന്നൊന്ന് എല്ലാവരും പറഞ്ഞാല് ഒരു നല്ലതായിരുന്നു. പറയൂ, എല്ലാരും അവരുടെ ഒപ്പീനിയൻ പറയൂ. ഗീതയുടെ ക്ലാസ് എങ്ങനെയുണ്ടായി? ഗീതയുടെ ക്ലാസ് എങ്ങനെയുണ്ടായി പറയൂ. ആരൊന്നും പറയുന്നില്ലേ? പറയൂ. മനസ്സിലായിരുന്നു. നന്നായിരുന്നു ഗീത, ഉഷാറായിരുന്നു. ഓക്കെ, താങ്ക് യു. സത്യം മാത്രമേ പറയാവൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയേ. സത്യം മാത്ര പറഞ്ഞത്. നന്നായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കൂ. എന്നോടല്ല, ഗീതയോട് ചോദിക്കണം. ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ? യെസ്. ഗീത ടെൻഷൻ ഉണ്ടായിരുന്നോ ക്ലാസ് എടുക്കുമ്പോ?
ഇല്ല ടീച്ചർ, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൺലൈൻ ആവുമ്പോ ഒരു ഇത് ഞാനിപ്പോ നേരിട്ടാണെങ്കിൽ കൂളായിട്ട് പറയും, അങ്ങനെ ഇഷ്ടമാണ്, നേരിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഈ ഫോണിലൂടെ ആവുമ്പോ ഒരു സുഖം കിട്ടുന്നില്ല, അതാണ്. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാമറ ഓൺ ചെയ്താൽ ഞങ്ങൾ കാണും, ഫേസ് ടു ഫേസ് നോക്കി നമുക്ക് ക്ലാസ് എടുക്കാമായിരുന്നു. ഈ ക്യാമറയില് ഒരു വൃത്തിയും ഇല്ല ആരും കാണാൻ വേണ്ടിയിട്ട്. കോംപ്ലക്സ് ആണ് അപ്പൊ മിക്കവാറും കണ്ടത്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാണേ. കാരണം ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ആൾക്കാർ എല്ലാവരും നല്ല ഗ്ലാമർ ആണ്, പക്ഷെങ്കിൽ ഈ വീഡിയോ ഓൺ ചെയ്യുമ്പോ ആരും ഒരു രസമില്ല. ക്യാമറ അല്ല, നേരിട്ട് കാണാൻ ഭംഗിയില്ല, ക്യാമറ കാണാൻ ഭംഗിയില്ല, അതാണ് ഉദ്ദേശിച്ചത്. ക്യാമറയുടെ കുഴപ്പമാണ്. യെസ് ടീച്ചർ, ക്യാമറയുടെ കുഴപ്പം. ഇപ്പൊ അശ്വതി ടീച്ചറൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാൽ മനസ്സിലാവാന്ന് തന്നെ അറിയില്ല. ഇതിൽ ഇത്ര സ്റ്റൈൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരിട്ട് കാണുമ്പോ ഞാൻ ഇങ്ങനെയല്ല തിരിച്ചറിയോ നിങ്ങൾ എന്നെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? മിസ് നെക്സ്റ്റ് ഞാൻ എടുക്കാം. ഓൾറെഡി ഇപ്പൊ ഗീത ചേച്ചി എടുത്തു റിപ്പോർട്ടിംഗ് WH ക്വസ്റ്റ്യൻസിന്റെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. എന്താ മിസ്? ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ? കേട്ടില്ല. ക്യാമറ ഓൺ വേണ്ട ചെയ്യുന്നുണ്ടോ? മിസ്, ഇങ്ങനെ പറയാം പോരെ, ഇങ്ങനെ പോരെ മിസ്സേ? കംഫർട്ടബിൾ ആണെങ്കിൽ Okay. പക്ഷെ ക്യാമറ ഓൺ നമ്മള് ചെയ്യുമ്പോ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അത് മാറി എന്നൊക്കെ കോൺഫിഡൻസ് വരും. എക്സ്പീരിയൻസ് ആണ്, എല്ലാ ശരിയാ. സ്റ്റുഡൻസും നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ കാണാൻ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എന്താണ് ഈ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഏതർ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അങ്ങനെ ഉത്തരം യെസ് ഓർ നോ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ആർ യു സ്റ്റഡിയിങ്, അപ്പൊ ആർ യു സ്റ്റഡിയിങ്ങിന്റെ ആൻസർ ഏതർ യെസ് അല്ലെങ്കിൽ നോ ആയിട്ടാണ് വരിക. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഈസ് ഹി എ സ്റ്റുഡന്റ്, അതിലും യെസ് ഓർ നോ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരിക. ഇനി നോക്കുകയാണെങ്കിൽ ആർ യു സ്റ്റഡിയിങ്ങിൽ ഇവിടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആർ എന്ന് പറയുന്ന ഓക്സിലറി വേർബിൽ ആണ്. ഇപ്പോ ഈസ് ഹി എ സ്റ്റുഡന്റ് അതിലാണെങ്കിൽ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിലാണ് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജനറലി നമുക്ക് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചത്, ഫസ്റ്റ് തന്നെ ഏതർ അതിന്റെ ആൻസർ യെസ് ഓർ നോ ആണെങ്കിൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ഓക്സിലറി വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇനി ഓക്സിലറി വേർബ് എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. അതായത് നമ്മളുടെ മെയിൻ വേർബിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വേർബാണ്. ഒരു പെർട്ടിക്കുലർ ടെൻസ്, മൂഡ് അല്ലെങ്കിൽ ആ ഒരു വോയിസ്, ആ ഒരു മീനിങ് ഫുൾ ആവുന്ന ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ വേർബിനെ അസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ ജനറലി കണ്ടു എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇനി ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ജനറലി ഞാനിപ്പോ ഇവിടെ 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് ജനറലി നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടഡ് വേർബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ്റ്റിനെയാണ്. അപ്പോൾ ഇത്തരം യെസ് ഓർ ക്വസ്റ്റ്യൻസിനെ ഇതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് വേർബിനെ ആസ്റ്റ് തന്നെ യൂസ് ചെയ്യും. അതിന്റെ ഒപ്പം വെദർ ഓർ ഇഫ് അത് നമ്മൾ യൂസ് ചെയ്യും. അതാണ് ഇതിന്റെ ജനറൽ റൂൾ ആയിട്ട് വരുന്നത്. റിപ്പോർട്ടിംഗ് വേർബ് ആസ്റ്റിന്റെ കൂടെ എയ്തർ വെദർ ഓർ ഇഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. ഈ വെദർ ഓർ ഇഫ് നമ്മളുടെ ഒരു ഇതിന് കൺവീനിയന്റ് അനുസരിച്ചും സെന്റൻസിന്റെ മീനിങ് ഫുൾ ആക്കുന്നതിൽ ബെനിഫിറ്റ് ആകുന്ന വേർബ് ഏതാണോ അതനുസരിച്ച് നമുക്ക് വെദറിനെയോ ഇഫിനെയോ യൂസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഹി ആസ്ക്ഡ് ഗായത്രി, ഹാവ് യു സീൻ മൈ വാച്ച്. ഹി ആസ്ക്ഡ് ഗായത്രി, ഹാവ് യു സീൻ മൈ വാച്ച്. അദ്ദേഹം ഗായത്രിയോട് ചോദിച്ചു, എന്റെ വാച്ച് കണ്ടോ. ഇതില് ഈ ഒരു ക്വസ്റ്റ്യനില് ഒരാൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഒരു തേർഡ് പേഴ്സന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും പറയാ, അതാണ് ഇതിലുള്ള ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയായിരിക്കും വരിക,
അദ്ദേഹം ഗായത്രിയോട് ചോദിച്ചു അവൾ അദ്ദേഹത്തിന്റെ വാച്ച് കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും? ഹി ആസ്ക്ഡ് ഗായത്രി. ആസ്ക്ഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ റിപ്പോർട്ടഡ് വേർബ് ആണ്. അതിന്റെ കൂടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? വെദർ ഓർ ഇഫ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഹി ആസ്ക്ഡ് ഗായത്രി. ഇവിടെ ഞാൻ വെദർ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഹി ആസ്ക്ഡ് ഗായത്രി. ഇനി എന്താണ് ചോദിച്ചത്? ഹാവ് യു സീൻ മൈ വാച്ച്. ഹാവ് എന്ന ടെൻസ് മാറി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആവുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ഇനി യു എന്ന് പറയുന്നത് ആരോടാണ്? ഗായത്രിയോടാണ്. അപ്പൊ ഗായത്രി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഇനി മൈ വാച്ച്. മൈ വാച്ച് എന്ന് പറയുന്നത് ആരുടെ വാച്ച് ആണ്? ഹിസ് വാച്ച് ആയിട്ട് മാറും. അപ്പോ ദ ആൻസർ വിൽ ബി ഹി ആസ്ക്ഡ് ഗായത്രി വെദർ ഷീ ഹാഡ് സീൻ ഹിസ് വാച്ച്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹി ആസ്ക്ഡ് ഗായത്രി ഹാവ് യു സീൻ മൈ വാച്ച്. അപ്പൊ ആൻസർ ആവുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും? ഹി ആസ്ക്ഡ് ഗായത്രി വെദർ ഷീ ഹാഡ് സീൻ ഹിസ് വാച്ച്. ഇതേപോലെ തന്നെ നമ്മളിപ്പോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെദർ ആണ്. ഈ സെയിം സെന്റൻസ് നമുക്ക് ഇഫ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ എന്തായിട്ട് വരും? ഹി ആസ്ക്ഡ് ഗായത്രി ഇഫ് ഷീ ഹാഡ് സീൻ ഹിസ് വാച്ച്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. രാജു ചോദിക്കുവാണ് ആർ യു എ ക്ലെവർ ബോയ്. രാജു ഇസ് ആസ്കിങ് ആർ യു എ ക്ലെവർ ബോയ്. ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഒരു തേർഡ് പേഴ്സന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? ഇതിൽ രാജു ആരോടാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മളോടായിരിക്കുമല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തായിട്ട് വരും? രാജു ആസ്ക്ഡ് മീ വെദർ ഐ വാസ് എ ക്ലെവർ ബോയ്. ഇതില് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാജു ആർ യു എ ക്ലെവർ ബോയ്. ഇതിലുള്ള ആർ എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ. അപ്പൊ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ രാജു ആസ്ക്ഡ് മീ വെദർ ഐ വാസ് എ ക്ലെവർ ബോയ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ reporting yes or no questions in English. When transforming a yes or no question into a reported speech, the general rule is to use if or whether as the conjunction. ഇതാണ് ഇതിന്റെ മെയിൻ റൂൾ ആയിട്ട് വരിക. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വേർബ്. ദ റിപ്പോർട്ടിംഗ് വേർബ് ഓഫൺ യൂസ്ഡ് ഇസ് ആസ്ക്ഡ്. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് യൂസ് ഓഫ് ഇഫ് ഓർ വെദർ. For yes or no questions, use if or whether to introduce the reported speech. പിന്നെ വരുന്നത് എന്താണ്? verb tense change ആണ്. അതായത് ക്വസ്റ്റ്യനിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഫ്യൂച്ചർ വിൽ ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. അത് മിസ് ആക്ച്വലി നമുക്ക് ഓൾറെഡി അതിന്റെ ടേബിൾ തന്നിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു verb tense ചേഞ്ച് മനസ്സിലാവേണ്ടതാണ്. ഇതാണ് ഞാൻ ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് ജനറൽ ആയിട്ട് നോക്കി വെച്ചിട്ടുള്ളത്. മിസ് ഹോപ്പ്ഫുള്ളി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്? കമന്റ്സ് ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കൂ. നമുക്ക് yes or no ക്വസ്റ്റ്യൻ വരുമ്പോ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. രണ്ടും യൂസ് ചെയ്യാൻ ഒരുമിച്ച് പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. അതിൽ മിസ്റ്റേക്ക് ഒന്നും ഏതാണെങ്കിലും നമുക്കിപ്പോ വെദർ ആണ് യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് വെദർ യൂസ് ചെയ്യാം. ഇഫ് ആണെങ്കിൽ ഇഫ് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെന്താണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ ആസ്ക്ഡ് ഇപ്പോ സെഡ് എന്നുള്ളത് മാറുന്നു. മനസ്സിലായോ? അപ്പോ എക്സാമ്പിൾ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ ആസ്ക്ഡ് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു WH ക്വസ്റ്റ്യൻ നോക്കി. അതില് ആസ്ക്ഡ് മാത്രമാണ് പറയുന്നത് അല്ലെ? WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ക്ഡ് മാത്രമാണ്. ഇവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ ആൻസർ എസ് അല്ലെങ്കിൽ നോ ആണ്. ഓക്കെ, സോ നമ്മൾ ആസ്ക്ഡിന് ശേഷം ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ.
എക്സസൈസ് 2-ലെ 6th ക്വസ്റ്റ്യൻ. ഞാൻ എക്സസൈസ് നോക്കിയിട്ടില്ല കേട്ടോ, നമ്മൾ അവിടെ വരെ എത്തിയിട്ടില്ല. ഓക്കെ, യെസ്. അപ്പൊ ക്ലിയർ ആണല്ലോ? എസ്ഒ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണ്? വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? യെസ്. നെക്സ്റ്റ് ഓക്കെ, റീന ചോദിച്ചത് എക്സസൈസ് 2-ല് 6th ക്വസ്റ്റ്യൻ ആണെന്നാണോ? അതാണ് ചോദിച്ചേ. ഹൗ മെനി സ്റ്റുഡൻസ്, അതാണോ? WH എന്ന് പറയുന്നത് ഡബ്ല്യൂയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല, എച്ചിലും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിലെ ഈ ഹൗവും പെടും. ഓക്കെ, അതായിരുന്നോ ഡൗട്ട്? റീന, ഡൗട്ട് അതായിരുന്നോ? എന്താന്ന് വെച്ചാൽ ചോദിക്കൂ. റീന, എനിക്ക് ക്ലിയർ ആവുന്നില്ല, ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ എനിക്ക് എന്താണ് റീന പറയുന്നത് മനസ്സിലാവുന്നില്ല. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസറോ? എക്സസൈസ് നമ്മൾ നോക്കുമ്പോ പറഞ്ഞാൽ മതിയില്ലേ? ഇപ്പൊ ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഹൗ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഹൗ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഹൗവിന് കൺവേർട്ട് ഒന്നും ഇല്ലല്ലോ. വാട്ട് എങ്ങനെ നമ്മൾ ഹൗ കൺവേർട്ട് ചെയ്തേ? വാട്ടായിട്ട് തന്നെയല്ലേ? അതുപോലെ തന്നെയാണ് ഹൗവും സെയിം ആണ്. അവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹൗ തന്നെയാണ്. ഓക്കെ, അതാ പറഞ്ഞ WH ക്വസ്റ്റ്യൻസ് എല്ലാനും അപ്പോൾ അങ്ങനെ തന്നെയാ വരാം. WH എന്ന് പറയുമ്പോ വാട്ട്, വെന്, അപ്പൊ എല്ലാം W സ്റ്റാർട്ട് ചെയ്യുന്ന അതിനപ്പുറം H ഉണ്ട്. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്ല കേട്ടോ. WH എന്ന് പറയുന്നത് W സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനും H-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനും കൂടെ ഒന്നിച്ച് പറയുന്നതാണ് WH ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ ഹൗവും പെടും. അപ്പൊ ഹൗവിന് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ദെൻ ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. Are you happy? എന്നൊക്കെ ചോദിക്കില്ലേ? Do you remember me? ഇതൊക്കെ ഓക്സിലറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതെല്ലാരും എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോ ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ മൂവിങ് ഓൺ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ എടുക്കാം? ബ്രേഡീസ്, അല്ല മിസ്, അതിന്റെ ക്ലിയർ ക്വസ്റ്റ്യൻ ആയോ? ഡിസ്കഷൻ. ഡിസ്കഷൻ ചെയ്യാം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യോ? എനിക്ക് അറിയില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, യെസ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. WH ക്വസ്റ്റ്യൻസിന്റെയും എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോന്നൊന്ന് നോക്കാം. അറിയില്ല ശരിയാവോന്ന്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഫാത്തിമ. ഓക്കെ, ഫൈൻ. ഓക്കെ, കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, WH ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എമ്മ ആസ്ക്ഡ് മീ വേർ ഡു യു ലിവ്? എമ്മ ആസ്ക്ഡ് മീ വേർ ഡു യു ലിവ്? അപ്പം ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എമ്മ ആസ്ക്ഡ്, എന്നോടാണ് എമ്മ ചോദിച്ചത്, അപ്പൊ ഞാനാണ് അത് റിപ്പോർട്ട് ചെയ്യുന്ന ആള്. അതുകൊണ്ടാണ് നേരത്തെ മിസ് പറഞ്ഞിരുന്നല്ലോ, യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ പ്രോണൗൺ തേർഡ് പേഴ്സൺ വിയിലോട്ടാണ് മാറാന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മുടെ സിറ്റുവേഷൻ, ഞാനാണ് ഇത് മറ്റൊരാളോട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എമ്മ ആസ്ക്ഡ് വേർ ഐ ലിവ്ഡ്. അത് അവിടെ യു എന്നുള്ളത് ഐയിലോട്ടാണ് മാറുക. സെക്കൻഡ് പേഴ്സൺ പ്രോണൗൺ ഫസ്റ്റ് പേഴ്സൺ പ്രോണൗണിലോട്ടാണ് മാറുക. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇത് വേറൊരാൾ കേട്ടിട്ട് വേറൊരാളോടാണ് പോയി പറയുന്നതെന്നുണ്ടെങ്കിൽ യു എന്നുള്ളത്
അത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ സബ്ജക്ട് പേഴ്സൺ അനുസരിച്ച് ചേഞ്ച് ആയേനെ. ഇവിടെ എന്നോടാണ് എമ്മ ചോദിക്കുന്നത് വേർ ഡു യു ലീവ്. അപ്പൊ ഞാൻ അത് മറ്റൊരാളോട് പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ യു എന്നുള്ളത് ഐ ആവും. അപ്പോ എമ്മ ആസ്ക്ഡ് വേർ ഐ ലീവ്ഡ്. ഡു എന്നുള്ളത് ഡിഡ് ആവും. ഡിഡ് പ്ലസ് ലീവ് ലീവ്ഡ് ആണ്. എമ്മ ആസ്ക്ഡ് വേർ ഐ ലീവ്ഡ്. ക്ലിയർ ആണോ? യെസ് ഫാത്തിമ. എല്ലാവർക്കും ക്ലിയർ ആണോ? എമ്മ ആസ്ക് മീന്ന് വേണ്ടേ അപ്പൊ? എമ്മ ആസ്ക് മീ വേർ ഡു യു ലീവ്. അപ്പം ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എമ്മ ആസ്ക്ഡ് വേർ ഐ ലീവ്ഡ്. മീന എഴുതിയാലും കുഴപ്പമില്ല, മീന എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എമ്മ ആസ്ക്ഡ്, എമ്മ എന്നോട് ചോദിച്ചതാണല്ലോ, അപ്പൊ ഞാനാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആള്. അപ്പൊ മീന എഴുതിയാലും എഴുതിയില്ലെങ്കിലും അത് വിഷയമില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേർ ഡു യു ലീവ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ വേർ ഐ ലീവ്ഡ് ആവും. ഡു യു ലീവ് എന്നുള്ളത് വേർ കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്ട് വരും. ഐ ആണ് അവിടെ സബ്ജക്ട്. യു എന്നുള്ളത് ഐയിലോട്ട് മാറും. ഡു എന്നുള്ളത് ഡിഡ് ആവും. അപ്പൊ വേർ ഐ ഡിഡ് ലീവ് എന്ന് പറയില്ല, നമ്മൾ ഡിഡ് പ്ലസ് ലീവ് ലീവ്ഡ് ആണ്. അപ്പൊ വേർ ഐ ലീവ്ഡ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ മോം ആസ്ക്ഡ് മീ വൈ ആർ യു ലേറ്റ്. ഇതും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. മോം എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന്. അപ്പോ മൈ മോം ആസ്ക്ഡ് മീ വൈ ഐ വാസ് ലേറ്റ്. കിട്ടുന്നുണ്ടോ? യെസ് ഡെഫിനറ്റ്ലി. യെസ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ ആസ്ക്ഡ് വാട്ട് ടൈം ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്. ലിസ ആസ്ക്ഡ് വാട്ട് ടൈം ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്. നിങ്ങൾക്കൊന്ന് റിപ്ലൈ തരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവോ? ലിസ ആസ്ക്ഡ് വാട്ട് ടൈം ഡസ് ദ മീറ്റിംഗ്. ആരെങ്കിലും ഒന്ന് പറയോ? എന്ത് വിചാരിക്കൊന്നും മനസ്സിലായിട്ടില്ലേ? അതല്ല, നമ്മളെല്ലാം ടീച്ചേഴ്സാണ് ഈ ക്ലാസ്സിൽ, സ്റ്റുഡൻസാ പറയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആരെങ്കിലും പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. റെസ്പോണ്ട് ചെയ്യൂട്ടോ. റെസ്പോണ്ട് ചെയ്യണേ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ലിസ ആസ്ക്ഡ് വാട്ട് ടൈം ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്. എങ്ങനെ കേട്ടില്ല? What time did the meeting start? What time Did the meeting start? did the meeting start? നമ്മൾ പറയില്ല. Excuse me. Lisa asked me, we can add, if not, okay. Lisa asked what time, after that subject only will come. What time the meeting started? Start. Yes, correct. Correct. Lisa asked what time the meeting started. Can we move on to the next question? Yes. Yes, miss. Sarah asked who wrote this book. സാറ ചോദിക്കുകയാണ് ആരാണ് ഈ പുസ്തകം എഴുതിയത്. സാറ asked who wrote this book. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ടെൻസ് തന്നെ ഹൂ റോട്ട് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ അത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് V3 മാറും. ഹാഡ് ആഡ് ചെയ്യണം, V3 മാറും ചെയ്യും. Sarah asked Sarah asked who had written this book. Yes, who had written the book. Next question. Not like that. By whom the book had written will come. What? Sarah asked by whom this book had written. No, whom. It will not change to whom. Who എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ, അത് ചേഞ്ച് ആവില്ല. ഇത് എഴുതപ്പെട്ടു. Who wrote? Who? It's okay. Then who this book had written? After the question word, object will come, subject will come. Who had written this book is also correct. Okay then.
Okay. Okay. Next question. The students are ഫാത്തിമ ഒരു സെക്കൻഡ്. ദിസ് എന്നുള്ളത് ദാറ്റ് എന്നാവില്ലേ? എങ്ങനാ? ദിസ് ബുക്ക് എന്നുള്ളത് ദാറ്റ് ബുക്ക്. പിന്നെ ഉഷേച്ചി പറഞ്ഞത് നമ്മളുടെ റിപ്പോർട്ടിംഗ് ആ ക്വസ്റ്റ്യനിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ ചേഞ്ച് ആവുന്നില്ല. ഹൂ ആണെങ്കിൽ അത് ഹൂ തന്നെയാണ് എന്നാണ് ഇതുവരെ ഉള്ളതിൽ ഞാൻ പഠിച്ചത്. ഇനിയിപ്പോ ഉഷേച്ചി കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതാ ഞാനും പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ് ചേഞ്ച് ഞാൻ ചെയ്യില്ല. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം, എനിക്കും കൺഫ്യൂസ്ഡ് ആയി. Okay, fine. Next question. The student asked the professor, how do you solve this problem? The student asked the professor, how do you solve this problem? Students പ്രൊഫസറിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്? നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്? അപ്പൊ എന്താ വരിക? The student asked the professor, how How you Did he he did how how did he solve this problem? how he solved how how he solved he the solved problem. ക്ലിയർ ആണോ? WH questions. ഇതിന്റെ ആൻസർ ക്ലിയർ ആയിട്ടില്ല. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയില്ല. നെറ്റ് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. How he solved that problem. സ്റ്റുഡന്റ് പ്രൊഫസറിനോട് ചോദിച്ചതിന് എന്താണ് ഹൗ ഡു യു സോൾവ് ദിസ് പ്രോബ്ലം എന്നുള്ളത്. ഹൗ ക്വസ്റ്റ്യൻ വേർഡ് ചേഞ്ച് ആവില്ല. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ സബ്ജക്റ്റ് വരും. യു എന്നുള്ളത് ഹീ ആവും. പ്രൊഫസർ നമ്മുടെ ഇവിടെ ഒരു മെയിൽ ആയതുകൊണ്ട് ഹീ ആവും. ഹൗ ഹീ ഡിഡ് എന്നുള്ളത് അല്ല, ഡു എന്നുള്ളത് ഡിഡ് ആവും. പക്ഷെ ഡിഡ് പ്ലസ് സോൾവ് എന്നുള്ളത് സോൾവ്ഡ് ആണ്. അപ്പൊ ഹൗ ഹീ സോൾവ് ദിസ് എന്നുള്ളത് ദാറ്റ് ആവും. ഹൗ ഹീ സോൾവ് ദാറ്റ് പ്രോബ്ലം. ക്ലിയർ ആണോ? Yes. Yes. Okay, next question. Yes or no questions ആണ്. Tom asked, is she coming to the party? Tom asked, is she coming to the party? ടോം ചോദിക്കുകയാണ്, അവൾ പാർട്ടിക്ക് വരുന്നുണ്ടോ? അപ്പൊ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ എന്താ വരിക? ഇവിടെ നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്യണം. ടോം ആസ്ഡ് ഒന്നില്ലെങ്കിൽ വെദർ വെക്കാം അല്ലെങ്കിൽ ഇഫ് വെക്കാം. ഞാനിപ്പോ ഇഫാണ് യൂസ് ചെയ്യുന്നത്. ടോം ആസ്ഡ് ഇഫ് ഷീ വാസ് കമ്മിങ് ടു ദ പാർട്ടി. ടോം ആസ്ഡ് ഇഫ് ഷീ വാസ് കമ്മിങ് ടു ദി പാർട്ടി. ക്ലിയർ ആയോ? ഹലോ. Yes. Next question. Jake asked, will you be available tomorrow? ഇവിടെ ടുമോറോ എന്നുണ്ട്. അപ്പം അത് നോക്കി വേണം റിപ്പോർട്ട് ചെയ്യാൻ. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും. ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആവും. യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ ആവും. അപ്പൊ ഇവിടെ ടുമോറോ ആണ്. ജെയ്ക്ക് ആസ്ഡ്, വിൽ യു ബി അവൈലബിൾ ടുമോറോ? വിൽ എന്നുള്ളത് എന്താവും? Would have. ആവും. യെസ്. അപ്പൊ ജെയ്ക്ക് ആസ്ഡ് വെദർ if or whether both are equal. If I would be available the next day. yes, correct. If I would be available the next day. Next question. Sophia asked me, have you ever been to London? Sophia asked me, have you ever been to London? സോഫിയ എന്നോട് ചോദിച്ചു, ഞാൻ ലണ്ടനിൽ ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ? സോഫിയ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് എവർ ബീൻ ടു ലണ്ടൻ. ഐ ഹാഡ്, ഹാവ് എന്നുള്ളത് ഹാഡ് ആവും. യു എന്നുള്ളത് ഐ ആവും. ഐ ഫസ്റ്റ് വരും. വെദർ ഐ ഹാഡ് എവർ ബീൻ ടു ലണ്ടൻ. ക്ലിയർ അല്ലേ? Yes. Next question. David asked me, can you help me with this task? David asked me,
can you help me with this task? ഡേവിഡ് എന്നോട് ചോദിച്ചു ഈ ടാസ്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാമോ? Can you help me with this task? അപ്പൊ എന്താ വരിക? ഡേവിഡ് asked me whether I could help him with this എന്നുള്ളത് എന്താവും? That. That out. Whether I could help him with that task. Okay, last question. The teacher asked John, did you complete the assignment? Teacher ജോണിനോട് ചോദിച്ചു, did you complete the assignment? ഇവിടെ യു എന്നുള്ളത് നമ്മൾ തേർഡ് പേഴ്സണിലോട്ടാണ് മാറുക. ഹി ഓർ ഷീ ആയിട്ടേ മാറുള്ളൂ. കാരണം ഇവിടെ ടീച്ചർ ജോണിനോട് ചോദിച്ച കാര്യം നമ്മൾ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡേവിഡ് ആസ്ക്ഡ് മീ, എന്നോട് നേരിട്ട് ചോദിച്ച കാര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേസിൽ വരുമ്പോൾ ടീച്ചർ ആസ്ക്ഡ് ജോൺ, ജോണിനോട് ചോദിച്ച കാര്യം പോയിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഹി ഓർ ഷീ ആയിട്ടേ മാറുള്ളൂ. ഇവിടെ ജോൺ ബോയ് ആയതുകൊണ്ട് ഹി ആവും. Whether He completed John, whether he completed the, whether he assignment. had, did ഉണ്ട് ഓൾറെഡി. ഡിഡ് ഉള്ളത് കൊണ്ട് ഇത് ഓൾറെഡി പാസ്റ്റിലുള്ള സെന്റൻസ് ആയ കാരണം ഹാഡ് ആഡ് ചെയ്യണം. വെദർ ഹി ഹാഡ് കംപ്ലീറ്റഡ് ദി അസൈൻമെന്റ്. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? എന്തായാലും ഒന്ന് ഒന്നും കൂടി റെസ്പോണ്ട് പറയൂ. ഓക്കെ ആണ്, നല്ല ക്ലിയർ ആയിട്ട്. Okay, very good. ഓക്കെ, താങ്ക് യു. 3 of you have done very well. Thank you so much. We have learned a lot. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉഷ ചേച്ചി. Thank you, teachers. മിസ്സേ, പ്രോനൗണിന്റെ കേസ് കറക്റ്റ് അല്ലേ? യു ഐ ആവുന്നത് സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ, നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറയുന്നത് ഡിഡ് വരുന്നതാണ് കേട്ടോ. ഡു ഡിഡിലേക്ക് മാറില്ലേ? ഡു നിങ്ങൾ നേരെ ഡിഡിലേക്കാ മാറ്റാ. അങ്ങനെ മാറ്റണ്ട. അവിടെ വെർബ് ഏതാണോ ആ വെർബിന്റെ കൂടെ ഇടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതാണ് എപ്പോഴും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് കേട്ടോ. ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അതർവൈസ് ക്ലിയർ ആണല്ലോ എല്ലാവരും അല്ലേ? നന്നായിട്ട് ക്ലാസ് എടുത്തു ടീച്ചേഴ്സ്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ അവരോട്. ടീച്ചേഴ്സിനോട് ഒപ്പീനിയൻ പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, എല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തു, എല്ലാം ക്ലിയർ ആയി. Okay. Yeah, teachers, Okay, how do you thank you. feel now? Teachers experience ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചർക്ക് ഇന്ന് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയല്ലേ. ടീച്ചർ പറയും നമ്മൾ എടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിരുന്നോ അല്ലെങ്കിൽ ഒരു എന്താണ് ആവറേജ് ആയിരുന്നോ അല്ല ബിലോ ആവറേജ് ആണോ എന്താണെന്ന് പറയൂ ടീച്ചർ. നന്നായിരുന്നു, നന്നായിട്ട് എടുത്തു. കോർഡിനേറ്റ് ചെയ്ത് നന്നായിട്ട് എടുത്തു. പക്ഷെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് പോലെ തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞു ടീച്ചറാണ്, നിങ്ങൾക്ക് ആ രീതിയിൽ ബിഹേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ക്ലാസ് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. എല്ലാവരും ക്ലിയർ ആവുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നിയതേ ഉള്ളൂ. അല്ലാതെ ക്ലാസ്സിനെ കുറിച്ച് എനിക്കൊരു കുറ്റവും പറയാനില്ല. നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് ആണ് അല്ലേ? ശരിയല്ലേ? Yes, ma'am. ഓക്കെ, ഇനി ടീച്ചേഴ്സിന്റെ ഒപ്പീനിയൻ പറയൂ. എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയനാ കേൾക്കണ്ടേ. ടീച്ചേഴ്സ് എവിടെ? ടീച്ചേഴ്സ് എവിടെ? ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ. ഒരു ടീച്ചർ പറഞ്ഞു, ഗീത ടീച്ചർ പറഞ്ഞു. ഇനി ഫാത്തിമ പറയൂ. എന്താണ് ക്ലാസ് എടുത്തിട്ട് എന്താണ് തോന്നിയത്, എക്സ്പീരിയൻസ് അത് പറയണം. എന്നാൽ ഷെയർ ചെയ്യണം, എന്നാലേ മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്താ പറയാ, ഐ വാസ് ഓക്കെ.
എനിക്ക് ശീലമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെന്താണ്, സോ അങ്ങനെ ആ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നില്ല, ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ്. നെക്സ്റ്റ് പോർഷൻ ഏതാണ്? റിപ്പോർട്ടിംഗ് ഇംപേരേറ്റീവ്സ് ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് നമ്പർ 2 ആരൊക്കെയാണ്? പറയൂ. ഞാനുണ്ട്. സമീറ, ഉഷ ചേച്ചി ഉണ്ട്, സമീറ, then സൈഫുന്നീസ. ഓക്കെ, അപ്പൊ നാളെ നെക്സ്റ്റ് ക്ലാസ്സിലാണ് 3 പേര് ക്ലാസ് എടുക്കുന്നതായിരിക്കും, 3 ടീച്ചേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേൾക്കാം. മാക്സിമം ക്യാമറ ഓൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു വൈവി ക്ലാസ് ഒക്കെ ഉണ്ടാകും. അതിൽ നമ്മൾ ക്യാമറ ഓൺ ചെയ്താണ് സംസാരിക്കേണ്ടത്. ഓക്കെ, സോ അത് മസ്റ്റ് ആണേ. ഉഷ ചേച്ചി ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോ നിങ്ങള് മാക്സിമം ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാം. നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി ഞാൻ ഒരു ടീച്ചറാണ് എന്നൊരു തോന്നലോട് കൂടി സംസാരിക്കാം. ക്ലാസ് എടുക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ പറയാം, അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ആ രീതിയിൽ ക്യാമറ ഓൺ ചെയ്യണം എന്നൊരു ആ ഒരു രീതിയിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് വിളിച്ച് സുന്ദരിയായിട്ടൊക്കെ വന്നിരിക്കുക. ഓക്കെ, 2 ഗ്രൂപ്പ് നെക്സ്റ്റ് ക്ലാസ് പറയേണ്ടി വരില്ല റഫീന. മിക്കവാറും ഒരു ടോപ്പിക് ഒരു ഗ്രൂപ്പ് അല്ലേ പറഞ്ഞോളൂ. അതുപോലെ തന്നെ ആയിരിക്കും അടുത്ത ഗ്രൂപ്പും ഒരു ക്ലാസ് ഫുൾ എടുക്കേണ്ടി വരും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ടീച്ചർ പറഞ്ഞിരുന്നില്ലേ നല്ല മേക്കപ്പ് എല്ലാം ഇട്ട് അടുത്ത ക്ലാസ്സിൽ ഓൺ ആക്കിയിട്ട് ക്ലാസ് എടുക്കുവാന്ന്. ഇതിൽ എന്ത് മേക്കപ്പ് ഇട്ടാലും ഇതിൽ കാണാൻ രസം ഉണ്ടാവില്ല. ഇത് മറ്റേ ആധാർ കാർഡിലെ ഫോട്ടോ പോലെയുള്ള എല്ലാരും. ഓക്കെ, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാൻ. അപ്പൊ ഇതേപോലെ ആരുടെയും ക്യാമറ ഇങ്ങനെ അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാം, ക്ലാസ് എടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നു. Okay, that's all. Let's find up today's class. Okay, thank you all. See you on the next class. Sign out എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. No. Oh, thank you all. Bye. Thank you, miss. Thank you, teacher.